കാര്യങ്ങളുണ്ട്. അത് പൊതുവിൽ പറയാൻ പറ്റത്തില്ല. അത് എന്നോട് തർക്കിക്കാൻ ഉദ്ദേശിക്കുന്ന സിനിമാക്കാരെങ്കിലും ഉണ്ടെങ്കിൽ വ്യക്തിപരമായി ഫോൺ വിളിച്ചാൽ അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും. ചാനലിൽ നിന്ന് എന്തോണോ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നെ ഫോൺ ചെയ്യണം, എന്താ ഗണേഷ് കുമാർ അങ്ങനെ പറഞ്ഞതെന്ന് അവർക്ക് പറയുമ്പോൾ അവർ ഞെട്ടും. അതെനിക്ക് പൊതുവായിട്ട് പറയാൻ പറ്റത്തില്ല. അത് അവർ വിളിക്കുമ്പം അങ്ങനെ വല്ല തർക്കമുള്ളവർ കമലിനൊരു തർക്കമുണ്ടെന്നാരോ പറയുന്നത് കേട്ടു. വളരെ എന്താ അങ്ങനെ പറഞ്ഞത്? ഗണേഷ് കുമാറിന് സിനിമയെക്കുറിച്ച് നല്ല പരിചയമുണ്ട്. ഞാൻ സിനിമയുടെ മന്ത്രിയുമായിരുന്നു. കമലിന് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ സിനിമയിലുള്ളവരെക്കുറിച്ചും സിനിമാക്കാരെക്കുറിച്ചും സിനിമയുടെ രീതികളെക്കുറിച്ചും എനിക്കറിയാം. കമൽ കഴിഞ്ഞ എൻ്റെ മുമ്പിലത്തെ വെള്ളിയാഴ്ചയാണ് ഇതിൻ്റെ ചെയർമാനായത്. അതൊന്നും പറഞ്ഞ് പഠിക്കരുത്. പറഞ്ഞാൽ പലതും പറയേണ്ടി വരും. അതെന്നെ കൊണ്ട് പറയുകയായിരിക്കുന്നതാണ് നല്ലത്. കമലിപ്പോൾ ഏതൊരു ചാനലിൽ പറഞ്ഞു പറഞ്ഞിട്ട് ഗണേഷ് കുമാർ എന്താ അങ്ങനെ പറഞ്ഞു? ഞാൻ പറഞ്ഞു എനിക്കറിയാം, ഞാനൊരു പൊതുപ്രവർത്തകനാണ്. ഞാൻ സംസ്ഥാനത്തൊരു മന്ത്രിയായിരുന്ന ആളാണ്. ഞാനൊരു MLA ആണ്. ഞാൻ സിനിമയുടെയും മന്ത്രിയായിരുന്ന ആളാണ്. നടക്കുന്ന കാര്യങ്ങളും കൊള്ളരുതായ്മകളും നല്ലതും ചീത്തയായ കാര്യങ്ങൾ എനിക്ക് നന്നായി അറിയാം. അത് കമലിന് വല്ല സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഞാൻ അറിയാം അദ്ദേഹത്തിന്. ഒന്ന് വിളിച്ചാൽ മതി. വിളിച്ചാൽ ഞാൻ പറഞ്ഞു കൊടുക്കുക എന്തുകൊണ്ടാണ് ഗണേഷ് കുമാർ അങ്ങനെ പറഞ്ഞതെന്ന്. ഞാൻ പൊതുവായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം അങ്ങനെ പറഞ്ഞു വന്നിപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞിട്ട് ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞിങ്ങനെ നിങ്ങൾ പറഞ്ഞത് അത്ര ശരിയായില്ല എന്ന്. ശരിയാണോ തെറ്റാണെന്ന് അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അത് ചാനലിലൂടെയല്ല, പത്രങ്ങളിലൂടെയല്ല, ഫോണിലൂടെ വിളിച്ചാൽ പറയുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവും എന്തുകൊണ്ടാണ് അയാൾ ഇത് പറഞ്ഞതെന്നുള്ള കാര്യം മനസ്സിലാവും. വളരെ ദുഃഖകരമായൊരു സംഭവമാണ് ഇത്. ഈ ഇരയായ പെൺകുട്ടിക്ക് മാത്രമല്ല, വേറെ ഒരു പെൺകുട്ടിക്കും ഉണ്ടാകാൻ പാടില്ല. ആ ഒരു അവസ്ഥയിൽ എങ്ങനെ ആ കുട്ടി ഈ സമയമുണ്ടല്ലോ, ആ ഒരു പർട്ടിക്കുലർ അക്രമം നടന്ന സമയം എങ്ങനെ ഈ പെൺകുട്ടി അഭിമുഖീകരിച്ചുവെന്ന് നമുക്ക് കേട്ടാൽ സഹിക്കാനൊക്കത്തില്ല. പിന്നെ അതൊരു പുരുഷന് പോലും അങ്ങനെ ഒരു ഘട്ടം, നമ്മൾ യാഥാർത്ഥ്യം പറഞ്ഞാൽ ഒരു പുരുഷന് പോലും ഈ ഒരു അവസ്ഥ തരണം ചെയ്യാൻ കഴിയത്തില്ല. അത്രയും ദുഃഖകരമാണ്. ഒരു കാരണവശാൽ ഇതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. ഗവൺമെൻറ് അതിലൊരു വിട്ടുവീഴ്ച ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഒരു തരത്തിലും ഈ പ്രതികൾ ഊരിക്കൊണ്ടു പോകുമെന്ന് ആരും ഭയപ്പെടേണ്ട. അതിൽ ഗവൺമെൻറ് ശക്തമായ നിലപാടെടുക്കുമെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വളരെ നല്ല ഒരു നീക്കം തന്നെയാണ് നടക്കുന്നത്. അതിലാശങ്ക വേണ്ട. വളരെ എഫിഷ്യൻ്റായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് അത് അന്വേഷിക്കുന്നത്. IG ആണെങ്കിലും SP ആണെങ്കിലും അവരെല്ലാം കർശന നിലപാടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. IG സന്ധ്യയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവരെല്ലാം വളരെ കർശന സ്വഭാവത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ്. അതിനകത്തൊരു വീഴ്ച വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല.